ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോളി. എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശയ്ക്ക് വെറും അരി മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പം അതിൽ ഉഴുന്ന് വേണ്ട, ചോറ് വേണ്ട, ഈസ്റ്റ് വേണ്ട, അപ്പക്കാരം ഒന്നും വേണ്ട കേട്ടോ. അപ്പം നമ്മൾ 250ൻ്റെ ഒരു കപ്പിന് 2 പാത്രം അരിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി അവിടെ വെക്കാൻ പോവുകയാണ്. അപ്പം ഒരു 5 മണിക്കൂർ നമ്മൾ അരിയൊക്കെ ഒന്ന് നല്ലോണം കുതിർന്ന് വരട്ടെ. അപ്പം ഞാൻ ഇതിപ്പോൾ സമയം എന്ന് വെച്ചാൽ 1 മണി 1:30 ആ സമയത്തിൻ്റെ ഒരു ഇടക്കാണ് കേട്ടോ ഞാൻ ഈ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമ്മൾ അടുക്കളയ്ക്ക് ചോറൊക്കെ തിന്നാൻ വേണ്ടി കണ്ട് വന്ന ഒരു ടൈമാണ്. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ വെള്ളത്തിലിടണം എന്നൊക്കെ വിചാരിച്ച് ഇനി മറന്നു പോയി. പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് നമുക്ക് ഓർമ്മ ആയത് കേട്ടോ. അപ്പം ഇന്ന് നമുക്കിന്ന് കുറച്ച് ചോറൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ചോറൊന്നും വെക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ വിചാരിക്കും ഇതന്നെ പറയാനുള്ളൂ എന്ന്. അപ്പോൾ കുറച്ച് ചോറുണ്ടാകുമ്പോൾ നമ്മൾ രാത്രിത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കലാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് രാത്രിത്തേക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പം 5 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദോശൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് അരിച്ച് വെച്ച ആ ടൈമിൽ തന്നെ നമുക്കിത് ദോശ ചുടാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉഴുന്നും ഇതൊന്നും വേണ്ട, ചോറും വേണ്ട, ഉഴുന്നും വേണ്ട, ഈസ്റ്റ് വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിൽ വേണ്ടി ഒരേ ഒരു സംഭവങ്ങളുള്ളൂ. നമ്മൾ സാധാരണ ഇടുന്ന ഉപ്പും പിന്നെ 1 സ്പൂണ് പഞ്ചസാരയും, പിന്നെ നമുക്ക് അതിലേക്ക് ഒരേ ഒരു സാധനം കൂടെ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ഉള്ളി ഉണ്ടല്ലോ, ആ വലിയ ഉള്ളിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് നുറുക്കിയിട്ട എൻ്റെ മോൻ്റെ ഒക്കെ പണിയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, എല്ലാ പാത്രത്തിലും കുറച്ച് നുറുക്കി വെച്ച ഒരു ഉള്ളി ഉണ്ടേനി. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഞാൻ പെറുക്കിക്കാണ്ട് ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം അതിൻ്റെ ഒരു നുറുക്കിയ കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ ഈ അരിക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിടുമ്പം ഒരു വലിയ ഉള്ളിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 സ്പൂണ് പഞ്ചസാരയും പാകത്തിന് ഉപ്പ് ഇട്ടാൽ മതി. ഇത് മാത്രം മതി കേട്ടോ നമ്മളെ ഈ ഒരു ദോശക്ക്. അതൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടാലുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു കുമിളകൾ ഇങ്ങനെ പൊന്തി വന്ന മാതിരി, അത് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു നേരം ഉഴുന്നില്ലാഞ്ഞാലൊക്കെ ദോശയും ചൂടാം കേട്ടോ. അപ്പോൾ അന്നേരം തന്നെ ചൂടാം. ഇന്ന് വെള്ളത്തിലിട്ട് അരിച്ച് നാളെ തന്നെ ചുടണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം ഇട്ടുകാണ്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാം കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ ചുടണമെങ്കിൽ ചൂടാം, എന്നാലും കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പത വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചുടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ഒരു 5 മണി 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ സമയം. അപ്പം ഞാൻ ഈ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മളെ ചട്ടിനി ഒന്ന് ഉണ്ടാക്കി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ചട്ടിനിയൊക്കെ ആദ്യമേ ഉണ്ടാക്കിയതാണ്, അത് ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ അങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ നമ്മളെ ചട്ടിനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ 2-3 തക്കാളിയൊക്കെ എടുത്തുകാണ്ട് പകുതി മുറിച്ചിട്ട് വെച്ച് നമ്മൾ ആ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് തക്കാളി ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്ത്, പിന്നെ ഒരു 3-4 അല്ലിൻ്റെ ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു പകുതി വേവായ ശേഷം ഞാൻ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി നുറുക്കിക്കാണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഉള്ളി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ തക്കാളി ഉള്ളിയും എല്ലാം നല്ലോണം വാടി വന്ന ശേഷം പിന്നെ ഞാൻ അവിടെ അടച്ച് വെച്ചതാണ് കേട്ടോ. കാരണം മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചുകൊണ്ട് നല്ലോണം അടച്ച് വെച്ച്. അപ്പോഴത്തേന് പിന്നെ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് അങ്ങോട്ട് ചൂടാറിട്ടോ. ചൂടാറിയാൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്കിങ്ങനെ ഉടച്ചെടുക്കട്ടെ. നല്ലൊരു സ്പൂൺ കൊണ്ടോ കയ്യിലോണ്ടോ എന്തുണ്ടെങ്കിൽ നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കുക. പക്ഷേ എൻ്റെ ചൂടാറിയതുകൊണ്ട്
അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉടയുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മിക്സിയിൽ അങ്ങോട്ട് ഇട്ടുകാണ്ട് പെട്ടെന്ന് പണി അങ്ങോട്ട് തീർക്കുന്ന പരിപാടിയാണല്ലോ നമ്മളത്. അപ്പം മിക്സിയിൽ അങ്ങോട്ട് ഇട്ടുകാണ്ട് ഒന്നങ്ങോട്ട് അടിച്ച് കൊടുത്ത്, പിന്നെ നമ്മൾ ആ പാത്രത്തിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് പിന്നെ തക്കാളി ഒഴിച്ച് കൊടുത്ത്, പിന്നെ അതിലേക്കൊരു നുള്ളു മുളകും പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ മാറ്റി വെച്ച വലിയുള്ളി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത്, അതിൻ്റെ കൂടെ 3-4 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് കൊടുത്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നാണ് ഒരു സ്പൂണ് നമ്മളെ വിനാഗിരി സുർക്ക എന്നൊക്കെ പറയില്ലേ, അത് ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആ 8 മണി 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ തിരക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ചട്ടിനി ആയപ്പോൾ ദോശ ആയില്ലേ എന്ന് ഇവിടെ ഭയങ്കര തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂറിൽ ഏറെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ചുടണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചുടാം. അപ്പോൾ നമ്മൾ അരമണിക്കൂറുള്ളത് 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകി. അപ്പോൾ തന്നെ നമ്മളെ മക്കൾക്ക് അതിനെക്കാട്ടി നേരം വൈകി. അപ്പോൾ ഇതാ നമ്മൾ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലോണം ഉഴുന്ന് ദോശൻ്റെ മാതിരി തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനൊക്കെ തൊട്ടാലാണ് കേട്ടോ നമ്മളെ പുതിയ വീഡിയോ ഒക്കെ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു നേരം ഇനിയിപ്പോൾ ഉഴുന്നില്ലെങ്കിലും ഈസ്റ്റ് ഇല്ലെങ്കിലും ചോറില്ലെങ്കിലും ഒക്കെ നമുക്ക് ദോശ ചുടട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.